ടേം 3 ആയപ്പം കുറച്ച് ടോപ്പിക്സ് കൂടിയായിരുന്നു. ദാറ്റ് ഇസ് വൈ. അതപ്പോ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും മാത്സിനായിരിക്കും കുറച്ച് കൂടുതൽ ടൈം കൊടുത്തിട്ട് ആ രീതിയിൽ വിൽ ബി ഇൻകോർപ്പറേറ്റ്. മലയാളം വേണോ? യു വാണ്ട് ഇറ്റ്? മലയാളം ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഇത് മലയാളം ഓർ ഹിന്ദി. ഐ തിങ്ക് മലയാളം നമുക്ക് എങ്ങനെങ്കിലും പഠിപ്പിക്കാം. ഹിന്ദിയാണ് സ്ട്രെസ് എടുക്കാതെ. കാരണം ആ ടൈം കൂടെ ഹിന്ദിക്ക് അറബിക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ലാംഗ്വേജും കൂടെ കിട്ടില്ല. അതെ അതെ അതെ. ഐ തിങ്ക് മലയാളം വി കൻ ടീച്ച് അതർവൈസ് ഓൾസോ. കുഴപ്പമുണ്ടാവില്ല. കാരണം ഇവിടെ അബ്രോഡുള്ള മക്കള് മോസ്റ്റ്ലി ചൂസ് സെക്കൻഡ് ലാംഗ്വേജ് ആസ് ഹിന്ദി. മലയാളം ചൂസ് ആക്കുന്ന കുറവാണ്. ബിക്കോസ് അത് അവരൊരു ഡൗട്ട് ചോദിച്ചതാണ് മലയാളം ഉണ്ടോന്ന്. കാരണം ഞാനിവിടെ ആൾക്കാർക്ക് പഠിപ്പിക്കുന്നുണ്ട് വെക്കേഷൻ ടൈമില്. അന്നേരം അതുകൊണ്ട് അവൻ ചോദിക്കുന്നത് മലയാളം. ശരിക്കും ജസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുക. അതിന് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മലയാളം പ്രൊവൈഡ് ചെയ്യുള്ളൂ. അവന് ക്ലാസ്സിൽ എല്ലാരും ഇംഗ്ലീഷിൽ പറയുമ്പോഴേ കഴിഞ്ഞ തവണ ഞാൻ അറിയാത്തൊരു മലയാളം വേർഡ് പറഞ്ഞുപോയി. അപ്പോ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ട് ഞാനൊരു മീനിങ് പറഞ്ഞു കൊടുത്തതാ. അപ്പൊ ചോദിച്ചു, മാമിന് മലയാളം അറിയാലേ, വേവ് മലയാളിയല്ലേ? അപ്പൊ അതൊക്കെ ചോദിക്കും, മലയാളം സംസാരിക്കാൻ അറിയോ ഇവിടുത്തെ ടീച്ചേഴ്സിന്? ഓക്കെ. ഇപ്പൊ സർ ശരിക്കും നെക്സ്റ്റ് ഇയർ നമ്മുടെ കലണ്ടർ നമ്മുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആക്ച്വലി April 15th നമ്മൾ തുടങ്ങുകയാണ്. പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഫസ്റ്റ് 2 weeks വി ആക്ച്വലി പ്ലാനിങ് ഓൺ കുറച്ചൊരു ഓറിയന്റേഷൻ ആയിരിക്കും. കൂടുതലും ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ കരിക്കുലം പഠിപ്പിക്കുന്നത് May 1st തൊട്ടായിരിക്കും. ഫസ്റ്റ് 2 weeks കുട്ടികൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി ബേസ്ഡ്, പിന്നെ ഡിജിറ്റൽ കുറച്ചും കൂടെ എങ്ങനെയാ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് ഡിസ്കഷൻസും അങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും ഫസ്റ്റ് 2 weeks. അപ്പം ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സർ നെക്സ്റ്റ് ഇയർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വേണമല്ലോ. അപ്പം അഡ്മിൻ എന്തായാലും സാറിനെ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഏത് അഡ്രസ്സിലേക്കാണ്? അപ്പൊ കൊറിയർ ചെയ്യാം. UAE-ലാണോ സാർ? ഞാൻ UAE-ലാണ്. ഞാൻ നേരത്തെ ടെക്സ്റ്റൈൽ എല്ലാം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് UAE-ൽ അത്യാവശ്യം കുറച്ച് പാരന്റ്സ് അപ്പം ഒരുമിച്ച് കൊറിയർ ചെയ്യാം. അങ്ങനെയാണ് ഈ പ്രാവശ്യം. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ എന്തായാലും ഈ അഡ്മിൻ കോൺടാക്ട് ചെയ്യും. അപ്പൊ സാർ അതിനനുസരിച്ച് റെസ്പോൺസ്. അപ്പൊ May 1st മുമ്പായിട്ട് ടെക്സ്റ്റ് ബുക്സ് എല്ലാം എൻഷുർ ചെയ്യാം നമ്മുടെ കുട്ടികൾക്ക് കിട്ടി എന്നുള്ളത് ആ ഒരു ഇതിനാണ്. അപ്പൊ അതെന്തായാലും മെസ്സേജ് വരും. പിന്നെ സർ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയാനുള്ളത്, വാട്ട് ഇംപ്രൂവ്മെന്റ് സാറിന് എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് ദേവദത്തനിൽ? ഡു യു ഫൈൻഡ് ഇംപ്രൂവ്മെന്റ്? ലൈക്ക് ഇപ്പൊ 2 years ആയി ദേവദത്തൻ with us. I can find improvement, lot of improvement in his academics. Okay. പിന്നെ any suggestion? Science. What you have? Science. Science. You like science? Aha. Okay, that's very nice. Anyway, in grade 3 also we can have a lot of improvement. Okay, Devdatan. Okay. Any suggestions that you have from our side? Anything to improve teaching practices or anything? Only that one I mentioned before now. Yeah, the maths. Yeah. Okay. We'll be doing that. Now there is actually from this year we're having a small change in the timings. നേരത്തെ ഉണ്ടായിരുന്ന 3 hours continuous അല്ലായിരിക്കും. We'll be having from 8:30 to 2:30 ആ ഒരു ടൈം സ്പാനിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ വിൽ ബി ഹാവിംഗ് സം ഇപ്പം 4 ക്ലാസ് തന്നെയാണ്, പക്ഷെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് വിൽ ബി ഹാവിംഗ് സം ബ്രേക്ക് ടൈം. ആ ബ്രേക്ക് ടൈം എന്ന് പറയുമ്പം ആക്ച്വലി ടീച്ചേഴ്സ് ഇരുന്ന് കുട്ടികൾക്ക് ആ ഹോംവർക്ക് അല്ലെങ്കിൽ അന്ന് കൊടുക്കുന്ന വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് കൊടുത്ത് അവരുടെ എല്ലാ ടോപ്പിക്സും വിൽ ബി കംപ്ലീറ്റിംഗ് വിത്തിൻ ദ ക്ലാസ് ടൈം. സ്കൂൾ ടൈമിന്റെ ഉള്ളിൽ തന്നെ വിൽ ബി കംപ്ലീറ്റിംഗ് ഓൾ ദി അസസ്മെന്റ്. എന്തൊക്കെയാണ് നമുക്ക് വർക്ക് ഷീറ്റ് കൊടുക്കുന്നത് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ചൈൽഡ് വോണ്ട് ബി ടേക്കിംഗ് എനി ഹോംവർക്ക് ബാക്ക് ഹോം. ആ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വലിയ വർക്ക് വീട്ടിൽ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് അടുത്ത വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എനിവേ ദാറ്റ്സ് മോർ ലൈക്ക് ശരിക്കും IGCSE-യുടെ അങ്ങനെയാണല്ലോ, UK കാംബ്രിഡ്ജ് കരിക്കുലം വരുമ്പം ടേക്ക് അവേ എന്നുള്ളതാണ്. കുട്ടികൾ സ്കൂളിലേക്ക് ഹോംവർക്ക് ആയിട്ട് ടേക്ക് അവേ ഇല്ല.
ജസ്റ്റ് എല്ലാം ക്ലാസ്സിൽ തന്നെ ചെയ്ത് എൻഷുർ ചെയ്യുക. അപ്പം ആ രീതിയിലായിരിക്കും. അപ്പൊ കുറച്ച് സാറിന് ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും, പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ സാറിന് ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ്സ് ആക്ച്വലി നമ്മളൊരു ഇൻഡിവിജ്വലൈസ് ലേണിംഗ് അപ്രോച്ചിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണലി അറ്റൻഷൻ വേണ്ട കുട്ടികളെ നോക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് ആയിരിക്കും കുറച്ചും കൂടെ ഫോക്കസ്. ഓക്കെ, ശരി. അപ്പൊ താങ്ക് യു സർ. Thank you, ma'am. Teacher, 1 minute. യെസ്, Tell me. അപ്പഴാണ് സ്പോർട്സിന് ചേരാൻ പറ്റണ ക്ലാസ്സിൽ. Next year, okay? നെക്സ്റ്റ് ഇയർ we let you know. Okay? Okay, ma'am. Okay, thank you. Okay, ma'am. Bye. Thank you. Have a nice day. Same day. Bye. Bye bye.